അങ്ങനെ 2024 ആപ്പിളിൻ്റെ പുതിയ പരിപാടികൾ ആരംഭിക്കാൻ പോവാണ്. അത് നമുക്കറിയാവുന്ന പോലെ ജൂൺ 10 ആയിരിക്കും തുടങ്ങുന്നത്. ജൂൺ 10 iOS 18 അങ്ങനെ പല പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും നമുക്ക് ലഭിക്കുന്നു. അതിനെ തുടർന്ന് സെപ്റ്റംബറിൽ ആയിരിക്കും ആപ്പിളിൻ്റെ പുതിയ പ്രോഡക്റ്റുകൾ ഡിവൈസുകൾ ആപ്പിൾ അനൗൺസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് iPhone 16 സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ iPhone 16 സീരീസിൻ്റെ പുതിയ കുറേ വിശേഷങ്ങൾ, ലീക്സും റൂമേഴ്സുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. നിങ്ങൾ ആപ്പിളിനെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാവും, എല്ലാ വർഷവും സെപ്റ്റംബറിലായിരിക്കും ആപ്പിൾ പുതിയ പ്രോഡക്റ്റ് ലൈനപ്പ് കൊണ്ടുവരുന്നത്. ഈ വർഷവും യാതൊരു മാറ്റമില്ല. സെപ്റ്റംബറിൽ തന്നെ നമുക്ക് പുതിയ 16 സീരീസ് അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റുകൾ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ആപ്പിളിൻ്റെ 12 ലൈനപ്പ് മുതലാണ് നമുക്ക് തുടർച്ചയായിട്ട് 4 മോഡലുകൾ റിലീസ് ചെയ്യാൻ തുടങ്ങിയത് ഐഫോണിൻ്റെ. എന്നാൽ കഴിഞ്ഞ 15 സീരീസിലേക്ക് വന്നപ്പോഴാണ് നമുക്ക് മിനി സീരീസിനെ ഒഴിവാക്കി നമുക്ക് പ്ലസ് സൈസ് ഡിവൈസ് കൊണ്ടുവന്നത്. അങ്ങനെ ടോട്ടലി 4 മോഡൽസ് ഈ വർഷം വരുന്നത് 16, 16 പ്ലസ്, 16 പ്രോ, 16 പ്രോ മാക്സ്. സോ ഈ വർഷത്തെ ഏറ്റവും വലിയൊരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് അവിടെ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ തുടങ്ങാം. ഇതിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂവിനെ ആപ്പിൾ അഡ്രസ്സ് ചെയ്തു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാം iPhone 15 ലൈനപ്പ് അല്ലെങ്കിൽ 15 സീരീസ് റിലീസ് ചെയ്ത സമയത്ത് നമ്മൾ ആ ഒരു ടൈമിൽ മുതൽ തുടങ്ങിയ ഒരു പ്രോബ്ലമാണ് ഓവർ ഹീറ്റിങ്. ഏറ്റവും കൂടുതൽ യൂസേഴ്സ് അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് 15 പ്രോ, 15 പ്രോ മാക്സ് ഡിവൈസുകൾ ഓവർ ഹീറ്റിംഗ് എന്ന് പറയുന്ന ഇഷ്യൂ. പിന്നീട് നമ്മൾ കണ്ടത് ആപ്പിൾ ഈ ഒരു ഇഷ്യൂവിനെ, ഓവർ ഹീറ്റിംഗ് ഇഷ്യൂവിനെ സോഫ്റ്റ്വെയർപരമായിട്ട് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ സോൾവ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഈ വർഷം iPhone 16 സീരീസിലേക്ക് വരുമ്പോൾ ആപ്പിൾ പുതിയൊരു കൂളിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. 4 മോഡൽസിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള 2 രീതിയിലായിരിക്കും ഈ ഒരു കൂളിംഗ് സിസ്റ്റം ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നോൺ പ്രോ മോഡൽസിലാണ്. അതായത് 16ലും 16 പ്ലസിലും ആപ്പിൾ ബാറ്ററിയുടെ ചുറ്റിനും ഒരു മെറ്റൽ കേസിംഗ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കൊണ്ടുവരുന്നത്. അതായത് ആ ഒരു മെറ്റൽ കേസിങ്ങിനകത്ത് ബാറ്ററി നിൽക്കുമ്പം അതൊരു സ്പെഷ്യൽ കേസിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അധികം ഹീറ്റ് ഡിസ്പേർഷൻ ഉണ്ടാകാതെ നമ്മുടെ ഡിവൈസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ഏരിയയിലേക്ക് അധികം ഹീറ്റ് ഡിസ്പേർഷൻ ഉണ്ടാകാത്ത രീതിയിൽ അതിനെ കൂൾ ഡൗൺ ചെയ്യാൻ സഹായിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ടെക്നിക്കായിരിക്കും ആപ്പിൾ നോൺ പ്രോ ഡിവൈസുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ പ്രോ സീരീസിലേക്ക് വരുമ്പോൾ 16 പ്രോ, 16 പ്രോ മാക്സ് ഡിവൈസുകളിലേക്ക് വരുമ്പോൾ ഈ ഒരു മെറ്റൽ കേസിംഗ് അതിലും കൊടുക്കുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ആപ്പിൾ ഗ്രാഫീൻ തെർമൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൂളിംഗ് സിസ്റ്റം അല്ലെങ്കിൽ കൂളിംഗ് ടെക്നോളജി അതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇതിൽ ഈ ഗ്രാഫീൻ എന്ന് പറയുന്ന മെറ്റീരിയൽ നല്ല രീതിയിൽ ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു തിൻ ലെയർ ഷീറ്റ് ആയിരിക്കും നമ്മുടെ ഡിവൈസിൽ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നമ്മളുടെ പ്രോസസ്സർ അല്ലെങ്കിൽ SoC ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ അത് കണ്ടക്ട് ചെയ്യുകയും അത് നമ്മൾ ഈ ഒരു ഡിവൈസ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു ബാക്ക് പാനലിലോ അല്ലെങ്കിൽ ബാക്ക് ഏരിയയിലേക്ക് ഡിസ്പേഴ്സ് ചെയ്യാതെ ഇരിക്കുകയും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഹീറ്റ് ഡിവൈസിൽ അനുഭവപ്പെടുത്തില്ല. ആ രീതിയിലായിരിക്കും ഈ ഒരു ഗ്രാഫീൻ തെർമൽ സിസ്റ്റം ആപ്പിൾ പ്രോ സീരീസിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസൈനാണ്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ഈ വർഷവും 4 മോഡൽസ് തന്നെ കാണാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ ഓവറോൾ ഡിസൈനിൽ ചെറിയൊരു ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പം 15ഉം 15 പ്രോയും നോക്കിയാൽ 6.1 ഇഞ്ച് ആയിരുന്നു. എന്നാൽ 16 സീരീസിലേക്ക് അല്ലെങ്കിൽ ലൈനപ്പിലേക്ക് വരുമ്പം ഈ ഒരു 16ഉം 16 പ്രോയുമായിട്ട് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാകും. 6.1 ഇഞ്ചിൽ നിന്ന് മാറി 6.3 ഇഞ്ചിലേക്ക് ആപ്പിൾ ആ ഒരു 16 പ്രോയുടെ ഓവറോൾ ഡയമെൻഷനെ മാറ്റും. ആപ്പിൾ BRS എന്ന് പറയുന്ന പുതിയൊരു ടെക്നോളജി ആയിരിക്കും ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. BRS എന്ന് പറയുന്നത് ബോർഡർ റിഡക്ഷൻ സ്ട്രക്ചർ എന്നാണ്. ഡിസ്പ്ലേസ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് പാനലാണ്. കഴിഞ്ഞ വർഷം നമ്മൾ 15 സീരീസിൽ കണ്ടിരുന്നു. നോർമൽ 15ലും 15 പ്ലസിലും ആപ്പിൾ പുതിയൊരു ബാക്ക് പാനൽ ടെക്നോളജിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് അതിൻ്റെ കളേഴ്സിൽ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് വന്നു. വെറുതെ ഒരു പാസ്റ്റൽ കളർ അല്ലെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് കൊണ്ടുവരുമല്ലായിരുന്നു ആപ്പിൾ ചെയ്തത്. അതൊരു ഡ്യുവൽ അയോണിക് എക്സ്ചേഞ്ച് പ്രോസസ്സിലൂടെ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു മാറ്റമാണ്. അതേ മാറ്റം തന്നെ ആപ്പിൾ 15 അല്ലെങ്കിൽ 16ലേക്ക് വരുമ്പം 16 പ്രോ മോഡൽസിനും ആപ്പിൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടൈറ്റാനിയം ഷാസിയിലേക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ ഒരു കളറിനെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്രോബ്ലം ആയിരുന്നു. അതെന്തായാലും ആപ്പിൾ ഈ വർഷം അത് പരിഹരിച്ചിട്ടുണ്ട്. ഈ വർഷം 16 പ്രോ, 16 പ്രോ മാക്സ് ഡിവൈസുകളിലേക്കും ഈ ഒരു ഡ്യുവൽ അയോണിക് എക്സ്ചേഞ്ച് പ്രോസസ്സിലൂടെ ആ ഒരു മാറ്റ് ഫിനിഷിലേക്കുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കളേഴ്സ് ആപ്പിൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം പ്രോ സീരീസിലേക്ക് നമുക്ക് എല്ലാ വർഷവും ഉള്ള പോലെ 4 കളേഴ്സാണ്. പക്ഷേ എക്സ്ട്രാ ഒരു അഡീഷണൽ കളറും കൂടെ എക്സ്പെക്ട് ചെയ്യുന്നു. നോർമൽ 16ലും 16 പ്ലസിലേക്കും നമുക്ക് ടോട്ടൽ 7 കളേഴ്സാണ് ആപ്പിൾ കൊണ്ടുവരുന്നത്. അതിൽ അഡീഷണൽ ആയിട്ട് 2 കളേഴ്സാണ്. ഒന്ന് വൈറ്റും മറ്റൊരു പർപ്പിൾ കളറും കൂടെ ആപ്പിൾ അഡീഷണലി
ലോവർ എൻഡ് മോഡൽസിലേക്ക് കൊണ്ടുവരുന്നു. പിന്നീട് ഡിസൈൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം കൺഫേം ആയിട്ടുള്ള കാര്യമാണ്, അതിനെ കുറേയധികം സപ്പോർട്ട് ചെയ്യുന്ന ഇമേജുകൾ കഴിഞ്ഞ ദിവസം ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ കേസിൻ്റെയും ഷാസിയുടെ ഒക്കെ ഓരോ ഇമേജുകളാണ്. 16ലും 16+ വെർട്ടിക്കലി ആയിരിക്കും ക്യാമറ അറേഞ്ച് ചെയ്തേക്കുന്നത് ഈ ഒരു ഇമേജിൽ കാണുന്ന രീതിയിൽ. എന്നാൽ പ്രോ മോഡൽസിലേക്ക് വരുമ്പോൾ ഈ നോർമലി ഇപ്പം നമ്മൾ കാണുന്ന രീതിയിലുള്ള ആ ഒരു ക്യാമറ അറേഞ്ച്മെൻറ്റ് തന്നെ ആയിരിക്കും. ഈ ഒരു ഡിഫറൻസ് ആയിരിക്കും നമ്മളെ പെട്ടെന്ന് ഡിവൈസുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു വെർട്ടിക്കലി ഒരു ക്യാമറ അലൈൻമെൻറ്റ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം സ്പേഷ്യൽ വീഡിയോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വിഷൻ പ്രോ ഡിവൈസുകളിൽ വീഡിയോസ് 3D രീതിയിൽ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന ഒരു ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ ഫീച്ചറാണ് സ്പേഷ്യൽ വീഡിയോ. സോ അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ നമ്മുടെ ഡിവൈസിൻ്റെ ക്യാമറ വെർട്ടിക്കലി അറേഞ്ച് ചെയ്തിരിക്കാം. എനിക്ക് പേഴ്സണലി ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് 10s 10ലൊക്കെ നമ്മൾ കണ്ട് വന്നിരുന്ന അതേ രീതിയിലായിരിക്കും ഈ ഒരു ക്യാമറ അറേഞ്ച്മെൻറ്റ് വരുന്നത്. അത്രയും ആ ഒരു ഏരിയയിൽ മാത്രമായിരിക്കും നമുക്ക് ക്യാമറ ബമ്പ് ഉണ്ടാകത്തുള്ളൂ. അതോടൊപ്പം വരുന്ന മറ്റ് ചേഞ്ചുകൾ എന്ന് പറയുന്നത് ബട്ടൺസിൻ്റെ കാര്യത്തിലാണ്. നമുക്ക് ഇപ്പോൾ ഉള്ള പോലത്തെ ആ ഒരു ആക്ഷൻ ബട്ടൺ എല്ലാ മോഡൽസിലും 4 മോഡൽസിലും കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ക്യാപ്ചർ ബട്ടൺ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്യാമറ എടുക്കുന്ന അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്ന ഒരു ഫിസിക്കൽ ക്യാമറ ബട്ടണും കൂടെ, അതിൻ്റെ പേരാണ് ക്യാപ്ചർ ബട്ടൺ, അതും കൂടെ ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് കൊണ്ടുവന്നത്, ക്യാമറ. അതായത് നമുക്ക് ഈ വർഷം കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടിരുന്നു 15 Pro Maxൽ മാത്രമാണ് ആപ്പിൾ 5x ഒപ്റ്റിക്കൽ സൂം റേഞ്ച് കൊടുത്തിരുന്നത്. എന്നാൽ ഈ വർഷത്തെ 2 പ്രോ മോഡൽസിലും 16 Proയിലും 16 Pro Maxലും നമുക്ക് ടെട്രാ പ്രിസം ആ ഒരു സൂം ലെൻസ് അവൈലബിൾ ആകുന്നു അല്ലെങ്കിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ക്യാമറയിൽ വരാൻ പോകുന്ന രണ്ടാമത്തെ മേജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇമേജ് സെൻസറിൻ്റെ കാര്യത്തിലാണ്. അതായത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ ലാർജർ ആയിട്ടുള്ള കുറച്ചും കൂടെ വലുതായിട്ടുള്ള ഇമേജ് സെൻസർ ആപ്പിൾ 16 ലൈനപ്പിൽ അത് 16 Proയിലും 16 Pro Maxലും കൊടുക്കുന്നു. അത് മെയിൻ ക്യാമറയ്ക്കായിരിക്കും. അതായത് മെയിൻ ക്യാമറ എന്ന് പറയുന്നത് നമ്മളുടെ വൈഡ് ക്യാമറയാണ്. ആ ഒരു ക്യാമറ സെൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ വലുതാകുന്നു. നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഷവോമിയുടെ 14 Ultra എന്ന് പറയുന്ന ആ ഒരു ഫോണിൽ അതിൻ്റെ ക്യാമറ സെൻസർ എന്ന് പറയുന്നതാണ് ഇപ്പം നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന സ്മാർട്ട് ഫോൺസിലെ ഏറ്റവും വലിയ ക്യാമറ സെൻസർ അല്ലെങ്കിൽ ഇമേജ് സെൻസർ എന്ന് പറയുന്നത്. അതിന് അത്രയില്ല, എന്നാൽ അതിൻ്റെ ഏകദേശം അടുത്ത് വരുന്ന ഒരു ഇമേജ് സെൻസർ ആയിരിക്കും ആപ്പിൾ 16 Pro സീരീസിൽ ആപ്പിൾ കൊടുക്കാൻ പോകുന്നത്. മൂന്നാമത് ക്യാമറ കൊണ്ടുവരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഹൈ റെസൊല്യൂഷൻ അൾട്രാ വൈഡ് ഇമേജുകളായിരിക്കും. നിലവിൽ ആപ്പിളിൻ്റെ ഏത് ഐഫോൺ മോഡൽ എടുത്തു നോക്കിയാലും നമ്മുടെ അൾട്രാ വൈഡ് സെൻസർ അല്ലെങ്കിൽ അൾട്രാ വൈഡിൽ എടുക്കുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് കമ്പയർ ടു നമ്മളുടെ നോർമൽ വൈഡ് ആംഗിളിൽ എടുക്കുന്ന ഇമേജിനെയും അതോടൊപ്പം ടെലിഫോട്ടോയിൽ എടുക്കുന്ന ഇമേജിനേക്കാൾ കുറച്ചും കൂടെ ഇമേജ് ക്വാളിറ്റി കുറവുള്ള പോലെയാണ് ഫീൽ ചെയ്യുന്നത്. സോ അതിനൊരു പരിഹാരമായിട്ട് ഹയർ റെസൊല്യൂഷൻ ഉള്ള ഒരു പുതിയ സെൻസറായിരിക്കും ആപ്പിൾ അൾട്രാ വൈഡ് ക്യാമറയിലേക്ക് ആപ്പിൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഇമേജിന്റെ ക്വാളിറ്റിയിൽ ഡിഫറൻസ് വരുന്നതിന്റെ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോഴും ആപ്പിൾ അൾട്രാ വൈഡിൽ ഉപയോഗിക്കുന്ന 12 MP സെൻസറാണ്. അതിൽ നിന്ന് മാറി 42 MP പുതിയൊരു സെൻസറായിരിക്കും ആപ്പിൾ അൾട്രാ വൈഡിലേക്ക് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഇമേജ് ക്വാളിറ്റി അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഫൈനലി ക്യാമറയിലെ നാലാമത്തെ ഏറ്റവും വലിയ ചേഞ്ച്, ഇതൊരു ഹാർഡ്വെയർ ചേഞ്ച് അല്ല, ഇത് കൂടുതലും സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള ചേഞ്ച് ആയിരിക്കും. പക്ഷേ അതിൽ ഹാർഡ്വെയറിലും കുറച്ച് സപ്പോർട്ട് ഉണ്ടാകും. അതാണ് ന്യൂറൽ എഞ്ചിൻ. ആൻഡ് ഇതിലെ നാലാമത്തെയും ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ SoC ആൻഡ് ബാറ്ററിയാണ്. SoCയുടെ കാര്യത്തിലേക്ക് വരുമ്പം, അതായത് പ്രോസസ്സറിന്റെ കാര്യത്തിലേക്ക് വരുമ്പം iPhone 16 സീരീസിനെ 4 മോഡൽസിനെയും പവർ ചെയ്യാൻ പോകുന്നത് A18 എന്ന് പറയുന്ന പുതിയൊരു പ്രോസസ്സർ ആയിരിക്കും. അപ്പോൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പല സോഴ്സുകളും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി മുതൽ ആപ്പിൾ അവരുടെ പഴയ ചിപ്സെറ്റുകൾ, അതായത് നമ്മൾ കഴിഞ്ഞ 15, 14 ലൈനപ്പിലൊക്കെ ഉണ്ടായിരുന്നു, അതിന് മുന്നേ ഇറങ്ങിയ ചിപ്സെറ്റുകളായിരിക്കും അതിൻ്റെ ലോവർ എൻഡ് മോഡൽസിലും പുതിയ വരുന്ന ചിപ്സെറ്റ് ആയിരിക്കും ആപ്പിളിൻ്റെ പ്രോ ഐഫോണിലേക്കും ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ആ ഒരു പരിപാടി ആപ്പിൾ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന 4 മോഡൽസിലും ആപ്പിളിൻ്റെ പുതിയ 3 നാനോമീറ്റർ സീരീസിൽ വരുന്ന A18 ചിപ്സെറ്റ് ആയിരിക്കും അല്ലെങ്കിൽ SoC ആയിരിക്കും. എന്നാൽ ഇതിൽ വ്യത്യാസം വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു iPhone 15 Proയിൽ നമുക്ക് A17 Pro എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് കൊടുത്തിരുന്നത്. അന്ന് പറഞ്ഞ പോലെ ഒരു വ്യത്യാസം ഈ ഒരു 16 Proയിലേക്ക് വരുമ്പം A18 Pro എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റ് ആയിരിക്കും ആപ്പിൾ കൊടുക്കുന്നത്. അതിൽ നമുക്ക് കോർ കൗണ്ടുകളുടെ കാര്യത്തിലും അതോടൊപ്പം ന്യൂറൽ എഞ്ചിൻ്റെ കാര്യത്തിലും ഒക്കെ ആയിരിക്കും വ്യത്യാസങ്ങൾ ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഒരു A18 SoC എന്ന് പറയുന്നത് TSMCയുടെ N3E എന്ന് പറയുന്ന ഫാബ്രിക്കേഷനിൽ വരുന്ന 3 നാനോമീറ്റർ സെക്കൻഡ് ജനറേഷൻ പ്രോസസ്സർ ആയിരിക്കും അല്ലെങ്കിൽ SoC ആയിരിക്കും ഈ ഒരു A18 Proയും A18 എന്ന് പറയുന്നത്. അതോടൊപ്പം പല റിപ്പോർട്ടുകളും സ്റ്റേറ്റ് ചെയ്യുന്നത് ആപ്പിൾ ബയോണിക് എന്നുള്ള ആ ഒരു പേര് ഈ വർഷം മുതൽ ആപ്പിൾ എടുത്തു കളയും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിന് മുന്നത്തെ വർഷമൊക്കെ നമുക്കറിയാം A17 ബയോണിക്, A16 ബയോണിക്, 15 ബയോണിക് എന്നുള്ള പേര് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പേര് ആപ്പിൾ ഈ വർഷത്തോടെ നിർത്തും അല്ലെങ്കിൽ എടുത്തു മാറ്റും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ A18 Pro അല്ലെങ്കിൽ A18 ഓവറോൾ നോക്കുമ്പം കുറച്ചും കൂടെ പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ
കൺസംഷൻ കുറവുള്ള വളരെയധികം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകാൻ പോകുന്നത് മറ്റൊരു അഡ്വാൻറ്റേജ് നമ്മുടെ ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിലാണ്. ഡിവൈസ് ഹീറ്റ് ആകുന്ന ഓവറോൾ ഡിവൈസ് ഹീറ്റ് ആകുന്നതിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സറിൻ്റെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ട് ലഭിക്കും എന്നുള്ളതാണ്. പിന്നീട് ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 16+ലാണ് കമ്പാരിറ്റീവ്ലി നമ്മുടെ 15 കമ്പയർ ചെയ്യുമ്പം ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ കണക്കുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് നമുക്കൊരു കുറവ് കപ്പാസിറ്റിയുടെ കാര്യത്തിൽ ഒരു കുറവ് കാണാൻ പോകുന്നത്. ബാക്കി ഓവറോൾ നോക്കുമ്പോൾ ബാക്കി 3 മോഡൽസിലും നമുക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് ആപ്പിൾ കൊടുക്കാൻ പോകുന്നത്. ആൻഡ് ഫൈനലി ഇതിൻ്റെ പ്രൈസ് ഇപ്പം എന്താണോ ഉള്ളത് അതേ രീതിയിൽ തന്നെ ആയിരിക്കും പ്രൈസിൻ്റെ കാര്യത്തിൽ ഹൈക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കത്തില്ല. ഇപ്പോൾ ഉള്ള രീതിയിൽ തന്നെ ആയിരിക്കും ആപ്പിൾ അതിൻ്റെ പ്രൈസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ iPhone 16 ലൈനപ്പിനെ പറ്റിയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ വിലൻ. Catch you guys next video. Till then, peace.